ഇൻസേർഷൻ സോർട്ട്. നമുക്ക് എലിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ് 1 നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് എലിമെൻറ്റിനെ മാത്രം എടുക്കുന്നു. അത് സോർട്ടഡ് എന്ന് അസ്യൂം ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം അൺസോർട്ടഡ് ആണ്. ഇത് സോർട്ടഡ് എന്ന് പറയാൻ കാര്യം ലിസ്റ്റിൽ ഒരൊറ്റ എലിമെൻറ്റേ ഉള്ളെങ്കിൽ അത് ട്രിവിയലി സോർട്ടഡ് ആണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റ്. ഫസ്റ്റ് എലിമെൻ്റ് എടുക്കുന്നു, പാസ് 1 ഫസ്റ്റ് എലിമെൻ്റ് എടുക്കുന്നു, അത് സോർട്ടഡ് എന്ന് അസ്യൂം ചെയ്യുന്നു, ബാക്കി അൺസോർട്ടഡ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് പാസിൽ നമ്മുടെ അൺസോർട്ടഡ് ലിസ്റ്റിലെ ഫസ്റ്റ് എലിമെൻറ്റിനെ എടുക്കുന്നു, അതിനെ സോർട്ടഡ് ലിസ്റ്റിലെ കറക്റ്റ് പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സോർട്ടഡ് ലിസ്റ്റിലെ കറക്റ്റ് പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 77 മുന്നേ ആയിരിക്കാം, അല്ലെങ്കിൽ 77 ശേഷമായിരിക്കാം. കമ്പയർ ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇപ്പോൾ 77 മുന്നെയാണ് 33 ഇൻസേർട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ 33 ഈ സൈഡിൽ വരും. അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ 33 77 എന്ന് വരും. അപ്പോൾ ഇത് ഇത്രയും സോർട്ടഡ് ആണ്, ഇത് സോർട്ടഡ് ലിസ്റ്റാണ്. ഇനി അൺസോർട്ടഡ് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അൺസോർട്ടഡ് ലിസ്റ്റിലെ ഫസ്റ്റ് എലിമെൻറ്റ് 44 ആണ്. ഈ 44നെ നമ്മുടെ സോർട്ടഡ് ലിസ്റ്റിലെ കറക്റ്റ് പ്ലേസ് ഇൻസേർട്ട് ചെയ്യുക. അതായത് എവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം? 33ക്ക് മുന്നേ, 33ക്കും 77നും മിഡിൽ, ഇൻ ബിറ്റ്വീനായിട്ട് 77ന് ശേഷം, ഇങ്ങനെ 3 കേസ് ആകാം. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇത്രയും സോർട്ടഡ് ആകും. വീണ്ടും അൺസോർട്ടഡ് ലിസ്റ്റിലെ അടുത്ത എലിമെൻറ്റിനെ എടുക്കുന്നു, അങ്ങനെ സോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇൻസേർഷൻ ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഫസ്റ്റ് ഒരു എലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് പൊസിഷൻ, നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ kth പൊസിഷനിലുള്ള എലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ k-1 മുതൽ ലെഫ്റ്റിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഈ 33യേക്കാൾ അല്ലെങ്കിൽ AF1ലുള്ള വാല്യൂ അതിനേക്കാൾ ലെസ്സായിട്ടുള്ള എലിമെൻ്റ് എത്തുന്നത് വരെ നമ്മൾ ഈ കമ്പാരിസൺ തുടരും. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ 44, ഇപ്പോൾ നമ്മുടെ ഇത് സോർട്ടഡ് ലിസ്റ്റാണ്, ഇത് അൺസോർട്ടഡ് ലിസ്റ്റിലെ ഫസ്റ്റ് എലിമെൻ്റാണ്. 44നെ തൊട്ട് മുന്നിലത്തെ എലിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു. 44 77നേക്കാളും ലെസ്സാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 77 ഗ്രേറ്റർ ആണ്, 44 ആണ് ലെസ്. അപ്പോൾ ഇവിടെ അല്ല ഈ 44 ഇരിക്കേണ്ടത്, ഇതിനും പുറകിലേക്ക് ഇരിക്കാൻ സ്പേസ് ഉണ്ടോ എന്ന് നോക്കുന്നു. 33 44നേക്കാളും ലെസ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടിയത്? 33 എന്ന് പറയുന്നത് കറക്റ്റ് പ്ലേസിലാണ് ഇരിക്കുന്നത്, അതിനെ ഇനി മാറ്റാൻ പറ്റില്ല. നമ്മൾ 44നെ 77ആയിട്ട് കമ്പയർ ചെയ്തു, തൊട്ട് 33 ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ 33 ലെസ്സാണെന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് jth പൊസിഷനാണെന്ന് വിചാരിക്കുക. jth പൊസിഷനാണ് 44നേക്കാൾ ലെസ് എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ j+1 മുതൽ റൈറ്റിലേക്ക് ഓരോ പൊസിഷനും 1 റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഈ പൊസിഷൻ j+1 എന്ന് പറയുന്ന പൊസിഷൻ ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ നമ്മുടെ 44നെ എടുത്ത് വയ്ക്കുക. അപ്പോൾ 44നെ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തിട്ടാണ് ഇത് കാര്യം ചെയ്യുന്നത് നമ്മൾ. 44 ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഫ്രീ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ 77നെ നമുക്ക് ഈ 44ൻ്റെ സ്പേസിലേക്ക് വെക്കാം. അപ്പോഴാണ് ഇവിടെ ഫ്രീ ആകുന്നത്, അവിടെ ഈ 44നെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 33 44 77 പിന്നെ 11 88 22 66 56 ഇങ്ങനെ വരും. ഇതിൽ ഇത്രയും സോർട്ടഡ് ആണ്. അടുത്തത് 11 സോർട്ടഡ് ആണോ അല്ലയോ എന്നുള്ള 11 അൺസോർട്ടഡ് ലിസ്റ്റിലെ ഫസ്റ്റ് എലിമെൻ്റ് ആണ്, അതിനെ സോർട്ടഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇൻസേർഷൻ സോർട്ട് എന്ന് പേര് പറയുന്നത്. അപ്പോൾ 11 77 കമ്പയർ ചെയ്ത് നോക്കി, 77 ലെസ് ആണോ? അല്ല.
പിന്നെയും ബാക്കിലോട്ട് പോയി 44ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, ലെസ് അല്ല. അടുത്ത് 33യുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോഴും ലെസ് അല്ല. ഇനി അടുത്ത എലിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ 11 ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. അതായത് ജെ എന്ന് പറയുന്ന പൊസിഷന് J+1 മുതലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ J+1 മുതൽ 1 ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 11 ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ 77 എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, 44 ഇങ്ങോട്ട് വയ്ക്കുക, 33 ഇങ്ങോട്ട് വയ്ക്കുക, നമ്മുടെ 11 ഇവിടെ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേ സാധാരണഗതിയിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരു നെഗറ്റീവ് വാല്യൂ, ഒരു ഹൈ നെഗറ്റീവ് വാല്യൂ ഇതിൽ അസൈൻ ചെയ്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പല ടെക്സ്റ്റ് ബുക്കിലും. ഓക്കെ.